പുതിയ തിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ മഹാരാജ്യം ഒരിക്കൽ കൂടി ജനാധിപത്യമെന്ന സുന്ദരമായ ആശയത്തിൻ്റെ മനോഹാരിത ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ലോകം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും ജനാധിപത്യത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകുവാനും പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ അപകടങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ ശുഭകരമായ കാര്യമാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ ലോക ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വർഷം കൂടിയാണ് 2024 എന്നുവെച്ചാൽ ജനാധിപത്യത്തിൻ്റെ നാൾവഴികളിലെ നിർണായകമായ വർഷം. ലോകത്തെ ആകെ ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾ വിവിധ രാജ്യങ്ങളിൽ തങ്ങളെ ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന വർഷം. ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ നിർണ്ണയിക്കുന്ന വർഷം. ജനാധിപത്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന വർഷം. ലോകത്തെ 60-ലധികം രാജ്യങ്ങളാണ് ഈ വർഷം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതിൽ തന്നെ പല രാജ്യങ്ങളിലും ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു റഷ്യ നാറ്റോ യുദ്ധമായി മാറ്റപ്പെടുമ്പോൾ, ഇസ്രായേൽ ഹമാസ് യുദ്ധം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിച്ചേക്കുമെന്ന് ആശങ്കപ്പെടുമ്പോൾ, തായ്വാനിലേക്ക് ഏത് നിമിഷവും കടന്നു കയറുവാൻ പാകത്തിൽ ചൈന തയ്യാറെടുത്തു നിൽക്കുമ്പോൾ, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകൾ പരസ്യമായ സംവാദങ്ങളിലേക്ക് വഴിമാറുമ്പോൾ, ലോക ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടം ലോകത്തിൻ്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന അതിനിർണായകമായ കാലഘട്ടമായി മാറുകയാണ്. ഉറപ്പുള്ള ഭരണ സംവിധാനമുള്ള രാജ്യത്തെ മാത്രമേ മറ്റുള്ളവർ മാനിക്കുകയുള്ളൂ. അനിശ്ചിതത്വവും അരാജകത്വവും നിറഞ്ഞ ഒരു രാജ്യത്തെയും മറ്റ് രാജ്യങ്ങൾ മാനിക്കുകയില്ല. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അവസ്ഥയും മറിച്ചല്ല. ഇന്ത്യ ലോകരാജ്യങ്ങളുടെ ഇടയിൽ തിളങ്ങി നിൽക്കുന്നത് ഈ ഭരണപരമായ ഉറപ്പുകൊണ്ടാണ്, ജനാധിപത്യത്തിൻ്റെ ശക്തമായ അടിത്തറ കൊണ്ടാണ്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ, പുതിയ ശാക്തിക ചേരികൾ ജനാധിപത്യത്തെ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്ന കാഴ്ചകളാണ് ലോകമെങ്ങും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും നാറ്റോയും ഒരു ഭാഗത്തും റഷ്യയും ചൈനയും മറുഭാഗത്തും അണിനിരക്കുമ്പോൾ, തങ്ങളുടെ ചേരികളിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്താനുള്ള തത്രപ്പാടിൽ പല രാജ്യങ്ങളിലെയും ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന ഭയാനകമായ സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് 2024 ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിൽ കൊമ്പ് കോർക്കുന്നതിന് കാരണമായേക്കാവുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുന്ന തായ്വാനിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലും ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിലും ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന യൂറോപ്യൻ യൂണിയനിലും തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നത്. റഷ്യയിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. ഇറാനിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ഇറാനെ ഉടൻ തന്നെ ഒരു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നയിക്കും. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ദക്ഷിണാഫ്രിക്കയിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മാലിദ്വീപിലും ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീലങ്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഒരിക്കൽ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് പുകൾപ്പെട്ട ബ്രിട്ടനിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചിരവൈരികളായ ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഉക്രൈനിൽ ഈ വർഷം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണെങ്കിലും പട്ടാള നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ട് അറിയേണ്ടതുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും നിരവധി രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ വലിയ ഒരു വിഭാഗം തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, ലോകം അതിലേക്കെല്ലാം ആകാംക്ഷയോടെ ഉറ്റുനോക്കാനും കാരണങ്ങൾ നിരവധിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഇപ്രാവശ്യത്തെ വിജയം ഡൊണാൾഡ് ട്രംപിനായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അബോർഷനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാടുകളും ക്രിസ്തീയ ആശയങ്ങളിൽ ഊന്നിയുള്ള നടപടികളും അമേരിക്കയിലെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് വളരെ വലിയ സ്വാധീനമാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. അബോർഷന് വേണ്ടി അമേരിക്കയിൽ വളരെയധികം ആളുകൾ തെരുവിൽ ഇറങ്ങുന്നതായി പ്രൊപ്പഗാണ്ട മാധ്യമങ്ങൾ വിളിച്ചു കൂവുമ്പോഴും അബോർഷനെതിരെ ശക്തമായി നിലകൊള്ളുന്ന ട്രംപിന് ലഭിക്കുന്ന
ഈ വലിയ സ്വീകാര്യത അമേരിക്കയിലെ ഭൂരിപക്ഷവും അബോർഷന് എതിരാണ് എന്ന് തന്നെയാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇതുകൂടാതെയാണ് ലോക പോലീസായ അമേരിക്ക മറ്റു രാജ്യങ്ങളിലെ നയങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ. ഈ കാലഘട്ടത്തിൽ ഏകാധിപത്യ രാജ്യമായ ചൈന മറ്റു രാജ്യങ്ങളിലേക്ക് നടത്താൻ ശ്രമിക്കുന്ന അധിനിവേശ ശ്രമങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയുന്നത് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ സാന്നിധ്യം തന്നെയാണ്. ചൈനീസ് ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന ഇന്ത്യയെ സംബന്ധിച്ചും അമേരിക്കയിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അതീവ നിർണായകം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ തായ്വാൻ മേഖലയിൽ ഉണ്ടായ സംഘർഷങ്ങൾ ചില്ലറയല്ല. ഏറ്റവും അധികം ലോകം ഉറ്റുനോക്കിയതും തായ്വാനിലെ തിരഞ്ഞെടുപ്പിൻ്റെ പരിണത ഫലങ്ങളിലേക്ക് തന്നെയായിരുന്നു. തായ്വാനിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് വില്യം ലായ് തായ്വാനെ ഭീഷണിപ്പെടുത്തുന്നത് ചൈന അവസാനിപ്പിക്കണമെന്നും തായ്വാന്റെ ജനാധിപത്യത്തെ അംഗീകരിക്കണമെന്നും ചൈനയോട് നിർദ്ദേശിച്ചതിനെതിരെ തായ്വാന്റെ സ്വാതന്ത്ര്യം എല്ലാത്തിൻ്റെയും അവസാനമായിരിക്കും എന്ന കഠിനമായ ഭാഷയിലൂടെയായിരുന്നു ചൈന പ്രതികരിച്ചത്. ഇതേ തുടർന്ന് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ തായ്വാനെ ചുറ്റി വളഞ്ഞ് 2 ദിവസത്തെ സൈനിക അഭ്യാസം ചൈന നടത്തുകയുണ്ടായി. ഇപ്പോഴും ചൈനയുടെ ശക്തമായ സൈനിക സാന്നിധ്യം ഈ മേഖലയിൽ തുടരുകയാണ്. തായ്വാനുള്ള ശിക്ഷ എന്നാണ് ചൈന ഇതിനെ വിശേഷിപ്പിച്ചത്. ഇതേ തുടർന്ന് എന്തു വില കൊടുത്തും തായ്വാനെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞാബദ്ധമായ അമേരിക്ക US കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ തായ്വാനിലേക്ക് അയക്കുകയും പുതിയ പ്രസിഡന്റുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. തായ്വാനിലെ ജനാധിപത്യം ഭീഷണി നേരിടുമ്പോൾ അത് ഇന്ത്യക്കും ലോകത്തിനു മുഴുവനും ഭീഷണിയായി മാറുന്നത് എങ്ങനെയായിരിക്കും എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മത്സരമുള്ള 2 മേഖലകളാണ് എണ്ണ ഉൽപ്പാദനവും ചിപ്പ് നിർമ്മാണവും. എണ്ണയുൽപാദനത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും റഷ്യയും മുന്നിട്ടു നിൽക്കുമ്പോൾ ലോകത്തിലെ മൊത്തം ചിപ്പ് ഉൽപ്പാദനത്തിൻ്റെ 60% ഏറ്റവും ആധുനികമായ ചിപ്പുകളായ 2 നാനോമീറ്റർ ചിപ്പുകളുടെയും 3 നാനോമീറ്റർ ചിപ്പുകളുടെയും 90% നിർമ്മിക്കുന്നത് തായ്വാനിലാണ്. തായ്വാനിലെ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. തായ്വാന്റെ മൊത്തം DGPയുടെ 25% കൈയാളുന്നത് ഇതിൽ നിന്നുള്ള വരുമാനമാണ്. 2020 ആഗോള സെമി കണ്ടക്ടർ വിപണിയുടെ 50%-ലധികം TSMCയുടേത് മാത്രമായിരുന്നു. വാഹനങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും ആയുധങ്ങളും അടക്കമുള്ള എല്ലാ ഉപകരണങ്ങൾക്കും ചിപ്പ് അത്യാവശ്യമാണ്. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ തായ്വാനിലെ ജനാധിപത്യം ചൈനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയാൽ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളെല്ലാം ചൈനയെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് നീങ്ങും. ഇതിനെ ഏതു രീതിയിലും അമേരിക്ക എതിർക്കുമെന്ന് ഉറപ്പായിരിക്കെ തായ്വാനിലേക്കുള്ള ഒരു ചൈനീസ് അധിനിവേശം മറ്റൊരു ലോകമഹായുദ്ധത്തെ വിളിച്ചു വരുത്തുമെന്ന് ഉറപ്പാണ്. ഇതിനും അപ്പുറത്താണ് ഈസ്റ്റ് ചൈന കടലിനും സൗത്ത് ചൈന കടലിനും ഇടയിൽ തന്ത്രപരമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തായ്വാനെ കീഴടക്കാൻ ചൈനയെ അനുവദിച്ചാൽ പസഫിക് സമുദ്രത്തിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റത്തെ തടയാൻ പിന്നീട് ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ള വസ്തുത. എന്നാൽ ഇപ്പോൾ തന്നെ സൗത്ത് ചൈന കടൽ മുഴുവനായും തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന ചൈനയെ സംബന്ധിച്ച് തായ്വാൻ ഒരു അത്യാവശ്യമാണ് താനും. ഇതിനായി എന്ത് ചെയ്യാനും ചൈന മടിക്കില്ല എന്നുള്ളിടത്തു നിന്നാണ് നടക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തെ ലോകം കണ്ടു തുടങ്ങുന്നതും. അതിനാൽ തന്നെ തായ്വാനിലെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിനെ നിലനിർത്തുക എന്നതും ദക്ഷിണ കൊറിയയിലും ഉത്തര കൊറിയയിലും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളും ഇന്ത്യയെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും അതീവ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ് വാസ്തവം. ഈ വർഷം തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് ശ്രദ്ധേയമായ മറ്റൊരിടം അറേബ്യൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും എല്ലാം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡവും അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂവിഭാഗങ്ങളുമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയും മെഡിറ്ററേനിയൻ കടലിലൂടെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന വാണിജ്യപാതയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരിടമായ ഇവിടെ ഇപ്പോൾ തന്നെ ചൈന സൈനിക സാന്നിധ്യം ഗണ്യമായ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ ഭാഗത്തുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പുകളും ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് അതീവ നിർണായകങ്ങൾ തന്നെയാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്തോനേഷ്യയിലും ഇന്ത്യയിലും മാലിദ്വീപിലും ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു. ശ്രീലങ്കയിലും ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഈ മേഖലയിലെ അധികാര കേന്ദ്രങ്ങളെല്ലാം ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ നിർണായകമായ സ്വാധീനം
ചെലുത്തുന്നവയുമാണ്. ചൈനയ്ക്ക് ബദലായി വളർന്നു വരുന്ന വൻ ശക്തി എന്ന നിലയിൽ അയൽ രാജ്യങ്ങളിലെല്ലാം ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നത് ഇന്ത്യക്കും വലിയ ഭീഷണി തന്നെയാണ്. മാലിദ്വീപിൽ അധികാരത്തിൽ വന്ന സർക്കാർ ചൈനീസ് സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യയുടെ സൈനിക സാന്നിധ്യത്തെ നിർബന്ധപൂർവം അവിടെ നിന്നും പുറത്താക്കിയത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. ഇതുകൂടാതെയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം ചൈന സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ തന്നെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കറാച്ചിയിൽ നിന്ന് 600 കിലോമീറ്റർ പടിഞ്ഞാറ് ഇറാൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്വാദർ തുറമുഖം ചൈന നിർമ്മിക്കുകയും സ്വന്തമായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് നേരെ ഉയർത്തുന്നത് വളരെ വലിയ ഭീഷണിയാണ്. ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖവും ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. പര്യവേഷണത്തിനെന്ന പേരിൽ ഇവിടെ എത്തുന്ന ചൈനീസ് ചാരക്കപ്പലുകൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ചില്ലറ ഭീഷണിയൊന്നുമല്ല ഉയർത്തുന്നത്. ഇതുകൂടാതെയാണ് ബംഗ്ലാദേശിൽ തുറമുഖം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ബംഗ്ലാദേശ് സർക്കാരുമായി ചൈന ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത്. ഇതിനോടെല്ലാം അനുബന്ധമായി കിടക്കുന്ന ഇറാൻ ചൈനയുമായി അടുത്തുകൊണ്ടിരിക്കുന്നതും അടുത്ത ബന്ധം പുലർത്തുന്നതും വളരെ നിർണായകവുമാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ വളഞ്ഞിരിക്കുന്ന ചൈനയ്ക്കുള്ള ഏറ്റവും നല്ല മറുപടി വളരെ ശക്തമായ ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറമുള്ള മറ്റൊരു വിശാലമായ തലം കൂടി ഈ മേഖലയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്കുണ്ട്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ സമുദ്രത്തിലൂടെയുള്ള വാണിജ്യപാതയിലെ വളരെ നിർണായകമായ സ്ഥാനമാണ് ഈ മേഖലയ്ക്കുള്ളത്. $17.96 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായ ചൈനയെ സംബന്ധിച്ച് ഇനിയും മുന്നോട്ട് പോകുവാൻ ഈ മേഖലയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിന് $3.7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യക്കും അപ്പുറത്ത് $28.78 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയെ തന്നെയാണ് ചൈന ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് മലാക്ക കടലിടുക്കിന് ഉള്ളത്. ഇവിടെയാണ് ഇന്തോനേഷ്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഇതുകൂടാതെയാണ് മാലദ്വീപുമായുള്ള ബന്ധവും ശ്രീലങ്കയിലെ തുറമുഖവും പാകിസ്ഥാനിലെ തുറമുഖങ്ങളും ബംഗ്ലാദേശുമായി നടത്തുന്ന ചർച്ചകളും. ഇപ്പോൾ തന്നെ ഇവിടങ്ങളിലെല്ലാം വളരെ വലിയ ചൈനീസ് സാന്നിധ്യമാണ് ഉള്ളത്. അമേരിക്കയുമായോ ഇന്ത്യയുമായോ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന പക്ഷം ഇതുവഴിയുള്ള ചൈനീസ് വ്യാപാരം സുരക്ഷിതമാക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. എന്നാൽ ഇന്തോ പസഫിക് മേഖലകളിലേക്ക് ചൈന നടത്തുന്ന ഈ കടന്നുകയറ്റങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിലുള്ള രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത കൂട്ടായ്മയാണ് ക്വാഡ് സഖ്യം. അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും പിന്നെ ഇന്ത്യയുമാണ് ഇതിലെ അംഗങ്ങൾ. ഇന്ത്യയെ സംബന്ധിച്ച് ഏത് സമയത്തും അതിർത്തികളിൽ ഒരു ചൈനീസ് അധിനിവേശം മുന്നിൽ കാണുന്നതിനാൽ ഈ സഖ്യം വളരെ പ്രാധാന്യം ഉള്ളതുമാണ്. ഇനി നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇറാനിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ വർഷമാണ് നടന്നത്. എന്നാൽ ആരും പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കൂടി കളം ഒരുങ്ങിയത്. ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടുള്ള മരണം അപ്രതീക്ഷിതമായിരുന്നു. പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനിയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന് 85 വയസ്സായ സാഹചര്യത്തിൽ പ്രസിഡന്റ് പദവിയിലേക്ക് ഇനി ആര് എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചും പശ്ചിമേഷ്യയെ സംബന്ധിച്ചും ലോകം മുഴുവനും പ്രത്യേകിച്ച് ഇറാനുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. ആര് പ്രസിഡന്റ് ആയാലും അത് ഇറാനിലെ തീവ്ര യാഥാസ്ഥിതിക വിഭാഗത്തിൽ നിന്ന് തന്നെ ഉള്ളവരായിരിക്കുമെന്നും ഇറാന്റെ ഇപ്പോഴുള്ള നിലപാടുകളിൽ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതകൾ ഇല്ലെന്നുമുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എന്നാൽ ഈ മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും ഇസ്രായേലിനോടുള്ള സമീപനം കൂടുതൽ ആക്രമണോത്സുകവും ആയാൽ ഇറാനിലെ തിരഞ്ഞെടുപ്പ് ലോകത്തിന് സമ്മാനിക്കാൻ പോകുന്നത് ഭീതിയുടെ ദിനങ്ങളായിരിക്കും എന്ന് ചുരുക്കം. സമാനമായ സാഹചര്യം തന്നെയാണ് തുർക്കിയിലും ഉള്ളത്. തുർക്കിയിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലുണ്ടായ കനത്ത തിരിച്ചടിയിൽ അപകടം മണത്ത തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ചും ക്രിസ്ത്യൻ പള്ളികൾ മോസ്കുകളാക്കി മാറ്റിയും ഇസ്ലാമികവത്കരണം തീവ്രമാക്കിയും ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ്. ഈ വർഷം റഷ്യയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കാതിരിക്കുകയും കൂടുതൽ ജനപ്രീതിയോടെ വ്ളാദിമിർ പുടിൻ അധികാരത്തിൽ തുടരുകയുമായിരുന്നു.
എന്നാൽ അപ്രതീക്ഷിതമായി യാതൊന്നും റഷ്യയിൽ സംഭവിച്ചില്ലെങ്കിലും ഉക്രൈൻ യുദ്ധം ഇനിയും ഒരുപാട് കാലം നീണ്ടുപോയേക്കുമെന്നും റഷ്യ നാറ്റോ യുദ്ധമായി ഇത് പരിണമിച്ചേക്കുമെന്നുമുള്ള വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്നത്. ഉക്രൈനിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണെങ്കിലും പട്ടാള നിയമം നിലനിൽക്കുന്നതിനാൽ അത് നടന്നേക്കില്ല. റഷ്യയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബെലറൂസിൽ നടന്ന തെരഞ്ഞെടുപ്പും റഷ്യയുടേതിൽ നിന്നും ഒട്ടും വിഭിന്നം ആയിരുന്നില്ല. 1994 മുതൽ അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയുടെ അധികാരം ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ഫലം തന്നെയായിരുന്നു അവിടെയും ഉണ്ടായത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന പ്രദേശമായ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ 27 രാജ്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത്. നിലവിൽ വളരെ കലുഷിതമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അടക്കമുള്ള അനധികൃത കുടിയേറ്റമാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്. കുടിയേറ്റക്കാരുടെ മറവിൽ തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു വന്നവർ തീവ്ര ഇസ്ലാമിക അജണ്ടകൾ പേറുന്നവരായിരുന്നു എന്നുള്ള സത്യം യൂറോപ്യൻ ജനത തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട പല രാജ്യങ്ങളും കടുത്ത അമർഷത്തിലാണ്. മിക്ക രാജ്യങ്ങളിലും കുടിയേറ്റങ്ങൾ ശക്തമായി എതിർക്കുന്ന തീവ്ര വലതുപക്ഷം വളരെ ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജോർജിയ മെലോണിയും ഗീർട്ട് വൈൽഡേഴ്സുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ യൂറോപ്യൻ യൂണിയൻ നിർബന്ധിതമാകുമെന്ന് മാത്രമല്ല, തീവ്ര വലതുപക്ഷം വരും കാലങ്ങളിൽ യൂറോപ്യൻ യൂണിയനിൽ ശക്തമായ സാന്നിധ്യമായി മാറുമെന്നുമുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇത് കൂടാതെയാണ് യൂറോപ്പ് റഷ്യയുമായി ഒരു യുദ്ധം മുൻകൂട്ടി കാണുന്നു എന്നുള്ളത്. പോളണ്ട് അടക്കമുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ സൈനിക ബജറ്റിൽ വലിയ തോതിലുള്ള വർധനവാണ് വരുത്തിയിട്ടുള്ളത്. ആയുധ നിർമ്മാണവും വലിയ അളവിൽ കൂട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ ഊർജ ഇറക്കുമതിക്കായി റഷ്യയെ അമിതമായി ആശ്രയിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കുക എന്നുള്ളതും യൂറോപ്യൻ യൂണിയന് മുന്നിലുള്ള പ്രതിസന്ധിയാണ്. ഇതിനെല്ലാം അപ്പുറത്താണ് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ പണം മുടക്കിയാൽ മാത്രം സംരക്ഷണമെന്ന നിലപാടിനുള്ളിലെ ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യവും. ഒരിക്കലും സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന ഖ്യാതി ഉണ്ടായിരുന്ന ബ്രിട്ടൻ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോഴും യൂറോപ്യൻ യൂണിയൻ അഭിമുഖീകരിക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ബ്രിട്ടനും അഭിമുഖീകരിക്കുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ദക്ഷിണാഫ്രിക്കയടക്കം 18ഓളം രാജ്യങ്ങളിലാണ് തിരഞ്ഞെടുപ്പ്. റഷ്യയും അമേരിക്കയും ചൈനയും അടക്കമുള്ളവർ പങ്കിട്ടെടുക്കുന്ന രാഷ്ട്രീയ ഭൂമികയിൽ ദക്ഷിണാഫ്രിക്ക ഒഴികെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പേരിനുള്ള തിരഞ്ഞെടുപ്പിനും അപ്പുറത്ത് തങ്ങളെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ വലിയ പങ്കൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എത്രയൊക്കെ പറഞ്ഞാലും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ വർഷം നടക്കുന്നതും ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ നടക്കാനിരിക്കുന്നതുമായ തിരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും വലുത്. അമേരിക്ക വരച്ചു വച്ചിരിക്കുന്ന ലോകക്രമത്തിലൂടെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലും സംഭവിക്കാനിരിക്കുന്നതിലും അമേരിക്കയുടെ പങ്ക് വളരെ വ്യക്തമാണ്. ചൈനയ്ക്കും റഷ്യയ്ക്കും ബ്രിട്ടനും ഇന്ത്യക്കും ഫ്രാൻസിനും പാകിസ്ഥാനും ഇസ്രായേലിനുമെല്ലാം ആണവായുധങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ലോക ചരിത്രത്തിൽ ആണവായുധം പ്രയോഗിച്ച ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് അമേരിക്ക മാത്രമാണ്. അവർക്ക് ഇനിയും അത് പ്രയോഗിക്കാൻ മടിയും ഇല്ല. അതിനാൽ തന്നെ ഭാവിയിൽ ആരൊക്കെ വാഴുമെന്നും ആരൊക്കെ വീഴുമെന്നും കണ്ടറിയേണ്ടത് തന്നെയാണ്. ജനാധിപത്യ അട്ടിമറിയുടെ പല കഥകളും ഇന്ത്യയിൽ BJP അധികാരത്തിലെത്തുമ്പോൾ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്നുണ്ടെങ്കിലും ലോകത്തിലെ പല രാജ്യങ്ങളും പേരിനു വേണ്ടി മാത്രം ജനാധിപത്യത്തെ ഉയർത്തിക്കാട്ടുമ്പോഴും ജനാധിപത്യത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളോടും കൂടിയ തിരഞ്ഞെടുപ്പുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം.